നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് സോണി ഏറ്റവും പുതിയ പുറത്തിറക്കിയിരിക്കുന്ന സോണി X82 എന്ന് പറയുന്ന ഈ കാണുന്ന സ്മാർട്ട് ടിവിയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സ്മാർട്ട് ടിവിയുടെ ഒരു അൺബോക്സിംഗ് വളരെ പെട്ടെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതുപോലൊരു ബോക്സിനകത്താണ് നമ്മുടെ സോണിയുടെ ഈ പറയുന്ന X82L എന്ന ഈ ഒരു മോഡൽ സ്മാർട്ട് ടി വി വരുന്നത്. നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് 55 ഇഞ്ചിന്റെ സ്മാർട്ട് ടി വിയാണ്. ഇത് കൂടാതെ 65 അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സൈസ് ഉണ്ട്. നമ്മളെപ്പോഴും ഇവിടെ ചെറിയ സൈസാണ് ഓപ്റ്റ് ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അൺബോക്സ് ചെയ്യാനുള്ള എളുപ്പവും ഇവിടെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു 55 ഇഞ്ച് നമ്മൾ ഓപ്റ്റ് ചെയ്തത്. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ളൊരു പാക്കിങ്ങിൽ തന്നെയാണ് ഈ ഒരു ടി വി വന്നിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാൻ പെട്ടെന്ന്. ഇതിൻ്റെ സ്റ്റാൻഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. മെറ്റാലിക് സ്റ്റാൻഡാണ്, നല്ല വെയിറ്റ് ഉണ്ട്. സാധാരണ പല സ്മാർട്ട് ടി വികളുടെയും സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സ്റ്റാൻഡായിരിക്കും, തീരെ വെയിറ്റ് ഇല്ലാത്ത സ്റ്റാൻഡായിരിക്കും. പക്ഷേ ഇവിടെ കാര്യങ്ങൾ അങ്ങനെയല്ല, നല്ല വെയിറ്റുള്ള മെറ്റാലിക് സ്റ്റാൻഡ് 2 എണ്ണം. പിന്നെ ഇതിൻ്റെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ, അതുപോലെ ഇതിൻ്റെ റിമോട്ട്, അതിനോടൊപ്പം ഉള്ള ബാറ്ററി തുടങ്ങിയ കാര്യങ്ങൾ, ഇതിൻ്റെ പവർ കോഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ ഒറ്റ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണക്ട് ചെയ്യുന്നതിനുള്ള ബുഷുകളും ഒക്കെ ഇതിനകത്തുണ്ട്. അതെല്ലാം നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ടി വി വെളിയിലേക്ക് എടുക്കണം. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ ബോക്സിൽ നിന്ന് ടി വി പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു സ്റ്റാൻഡൊക്കെ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം, ഒന്നുമില്ല, ഫിറ്റിംഗ് ഒന്നുമില്ല. ജസ്റ്റ് അതിനകത്ത് ഇങ്ങനെ ഇറക്കി അങ്ങ് വെച്ചാൽ മതി സ്റ്റാൻഡിലേക്ക്. ആദ്യം ഇതിൻ്റെ ഡിസൈനിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ബെസൽലെസ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ടി വിയിൽ തന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എസ്പെഷ്യലി ഈ ഒരു 3 സൈഡും വളരെ ബെസൽലെസ് ആണ്. എന്നാൽ താഴെ നമുക്ക് ഇതുപോലെ കുറച്ചൊരു വീതിയുള്ള ഒരു ഫ്രെയിം, ഒരുപാട് വീതിയൊന്നുമില്ല, കാരണം കുറഞ്ഞ തന്നെ ഒരു ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സോണി എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം സ്മാർട്ട് ടി വികളിൽ എപ്പോഴും രാജാവാണ് സോണി എന്നുള്ളത്. ആ ഒരു സ്ഥാനത്താണ് സോണി ബ്രാൻഡിനെ നമുക്ക് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള സോണിയുടെ ഒരു പുതിയ സ്മാർട്ട് ടി വിയാണ് സോണി X82L. ഇനി ഇതിന്റെ ഒരു പിക്ചർ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 സൈസിലാണ് ഈ ഒരു സ്മാർട്ട് ടി വി വരുന്നത്. 55 ഇഞ്ച്, 65 ഇഞ്ച്, 75 ഇഞ്ച്. ഈ ഒരു ടി വി എന്ന് പറയുന്നത് 4K റെസൊല്യൂഷനുള്ള ടി വിയാണ്. സാധാരണ നമുക്കറിയാം കൂടുതൽ സ്മാർട്ട് ടിവികളും ഫുൾ HD റെസൊല്യൂഷനിലാണ് വരുന്നത്. പക്ഷേ ഇവിടെ 4K റെസൊല്യൂഷൻ എന്തായാലും നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഡോൾബി വിഷന്റെ സപ്പോർട്ട് ഉണ്ട്. മികച്ച ഡിസ്പ്ലേ അനുഭവം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടി വിക്കകത്ത് ഇത്തരത്തിൽ ഡോൾബി വിഷൻ സപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതുപോലെ HDR10 സപ്പോർട്ട് ഉണ്ട്. HDR റീമാസ്റ്ററിംഗും ഈ ഒരു ടി വിയിൽ നൽകിയിട്ടുണ്ട്. എന്താണ് ഈ ഒരു HDR റീമാസ്റ്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ HDR അല്ലാത്ത കണ്ടന്റുകളും റീമാസ്റ്റർ ചെയ്തൊരു HDR ക്വാളിറ്റിയിൽ നമുക്ക് ഡെലിവറി ചെയ്യും ഈ ഒരു ടി വി എന്നുള്ളതാണ് അത്തരമൊരു ഫീച്ചറിന്റെ സവിശേഷത. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ടി വിയിൽ HLGയുടെ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേ വിഭാഗം ടോപ്പ് നോച്ച് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഈ ഒരു സ്മാർട്ട് ടി വിക്ക് പവർ നൽകുന്നത് സോണിയുടെ X1 എന്ന് പറയുന്ന 4K HDR പ്രോസസ്സറാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ടി വിയെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കുന്നത് എന്ന് വേണം പറയാം. അതുപോലെ ഈ ഒരു സ്മാർട്ട് ടിവിയുടെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 50 ഹെഡ്സ് ആണ്. അപ്പോൾ 50 ഹെഡ്സ് എന്ന് പറയുമ്പോൾ ഒരു വലിയ റിഫ്രഷ് റേറ്റ് ഒന്നും നമുക്ക് പറയാനില്ലെങ്കിലും ഈ ഒരു ടി വിയിൽ നമ്മൾ ഇതുപോലെ അതിൻ്റെ ഒരു വിഷ്വലിന്റെ മൂവ്മെന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു ബട്ടറി സ്മൂത്ത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. നമ്മൾ പല സ്മാർട്ട് ടിവികളും കാണാറുണ്ട്, അതിനകത്ത് എല്ലാം ഒന്നും ഇത്തരത്തിലുള്ള ഒരു ബട്ടറി സ്മൂത്ത് ഉള്ള നാവിഗേഷൻ നമുക്ക് തരാറില്ല. ഇവിടെ ഈ ഒരു ടി വിയുടെ ആ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്പ്ലേയുടെ പിക്ചേഴ്സ് മാറുന്നതെന്ന് പറയുന്നത് വളരെ ബട്ടറി സ്മൂത്ത് ആണ്. പക്ഷേ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അതിശയം തോന്നി, ഈ 50 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ ഹയർ റിഫ്രഷ് റേറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമിങ്ങിനൊക്കെ അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു ടി വി എന്ന് നമുക്ക് ഇതിനെ അവകാശപ്പെടാൻ പറ്റുന്നില്ല. 50 ഹെഡ്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ടി വിക്ക് ആംബിയന്റ് ഒപ്റ്റിമൈസേഷൻ നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ ഏതൊരു റൂമിൽ വെച്ചാണോ ഈ ഒരു ടി വി ഉപയോഗിക്കുന്നത് ആ ഒരു റൂമിന്റെ ലൈറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് ഇതിന്റെ പിക്ചർ ക്വാളിറ്റി റീ അഡ്ജസ്റ്റ് ചെയ്യും എന്ന് ചുരുക്കം. അതായത് നമ്മൾ മങ്ങിയ വെളിച്ചത്തിൽ ഇരുന്ന് കാണുകയാണെങ്കിൽ അതനുസരിച്ച് ബ്രൈറ്റ് ആക്കി തരും ഈ ഒരു സ്മാർട്ട് ടി വി. ഭയങ്കരമായിട്ടുള്ള ബ്രൈറ്റർ കണ്ടീഷനിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതനുസരിച്ചുകൊണ്ടും ഇതിന്റെ ഡിസ്പ്ലേ സെറ്റിംഗ്സ് മാറ്റി ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്ത് തരും ഈ ഒരു സ്മാർട്ട് ടി വി. ഈ ഒരു ടി വിയുടെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് 20 വാട്ടിന്റെ സൗണ്ട് ഔട്ട്പുട്ടേ ഉള്ളൂ. സാധാരണ ഇന്ന് വരുന്ന പല സ്മാർട്ട് ടിവികളും ഈ പറഞ്ഞ പോലെ 20 വാട്ടിന്റെ നോർമൽ സ്മാർട്ട് ടിവികൾ പോലും 20 വാട്ടിന്റെ സൗണ്ട് ഔട്ട്പുട്ട് ഉണ്ട്, 24 വാട്ടിന്റെ ഒക്കെ സൗണ്ട് ഔട്ട്പുട്ട് ഉണ്ട്. ഈ ഒരു ടിവിയിലും 20 വാട്ടിന്റെ സൗണ്ട് ഔട്ട്പുട്ടേ ഉള്ളൂ എങ്കിലും ഇതിനകത്ത് അക്കോസ്റ്റിക് മൾട്ടി ഓഡിയോ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിന്റെ സ്പീക്കർ എന്ന് പറയുന്നത് താഴെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും ഇതിൽ നിന്ന് കേൾക്കുന്ന പാട്ടോ അല്ലെങ്കിൽ ശബ്ദങ്ങൾ എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യിക്കും. അതാണ് ഈ ഒരു അക്കോസ്റ്റിക് മൾട്ടിമീഡിയ ഓഡിയോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരം ഒരു ഫീൽ കിട്ടുന്നതിന് വേണ്ടി ഇവിടെ ചെറിയ ട്യൂറ്ററും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും 20 വാട്ടിന്റെ സൗണ്ട് ഔട്ട്പുട്ടേ ഉള്ളൂ എന്ന് വെച്ച് ഇതിന് സൗണ്ട് ക്വാളിറ്റി ഇല്ല എന്ന് വിചാരിക്കരുത്. ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ടി വിയിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേട്ടു നോക്കാം.
ഞാൻ ഈ ഒരു ടി വിയിൽ നിങ്ങളിപ്പോൾ ഈ സൗണ്ട് കേട്ടതുപോലെ ഒരു 64, 65 അത്രയൊക്കെ ഇതിൻ്റെ ഒരു വോളിയം കൂട്ടിയുള്ളൂ. അതായത് 100 വരെ നമുക്ക് കൂട്ടാം, പക്ഷേ 67, 65 വെച്ചപ്പോൾ നല്ല വോളിയം ഉണ്ട്. എനിക്ക് തോന്നിയ ഒരു അനുഭവം ഞാൻ പറയട്ടെ. അതായത് ഇതിനകത്ത് 20 വാട്ടിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് ആണെന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് സത്യമാണോ എന്ന് സംശയമുണ്ട്. കാരണം അത്രയും മികച്ച സൗണ്ട് ഔട്ട്പുട്ട് തന്നെ ഈ ഒരു ടി വി നൽകുന്നുണ്ട്. സാധാരണ 20 വാട്ടിൻ്റെ സൗണ്ട് ഔട്ട്പുട്ടുള്ള നിരവധി സ്മാർട്ട് ടിവികൾ നിങ്ങളെ പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. സാധാരണ 20 വാട്ട് എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നില്ല. ഇത്രയും ബാസ് ഒന്നും സാധാരണ നമുക്ക് അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ ഇതൊരു സൗണ്ട് ബാറിൽ നിന്നൊക്കെ കേൾക്കുന്ന പോലെ മനോഹരമായിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി വരുന്നുണ്ട്. നിങ്ങൾക്ക് പക്ഷേ ഈ പറയുന്ന പോലെ അത് ഈ ഒരു വീഡിയോയിലൂടെ കേൾക്കുമ്പോൾ അത്രയും ഒരു ഫീൽ കിട്ടില്ല. കാരണം നമ്മുടെ മൈക്കിലൂടെ റെക്കോർഡ് ചെയ്തു, നിങ്ങളുടെ ഫോണിൻ്റെ സ്പീക്കറിലൂടെ കേൾക്കുമ്പോഴൊക്കെ അത്രയും ഒരു ക്വാളിറ്റി ഡെലിവറി ചെയ്യത്തില്ല. ഇവിടെ നമ്മൾ എന്താണോ കേട്ടത് അതുപോലെ തന്നെ ഈ ഒരു ടി വിയുടെ OS നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ TV OS ആണ്. അതായത് ആൻഡ്രോയിഡ് 11 അങ്ങനെയുള്ള TV OS അല്ല, ഗൂഗിൾ TV ആണ്. കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുള്ള ഒരു OS ആണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു OS ആണ് എന്തായാലും ഈ ഒരു ടി വിക്കകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ ഡിയോ, അതുപോലെ സൂം തുടങ്ങിയ വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ കോൾ ചെയ്യാം. നമ്മൾ കണ്ട് സംസാരിക്കുന്ന ആളെ ഇത് ഈ ഒരു വലിയ സ്ക്രീനിൽ നമുക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാൻ സാധിക്കും. പക്ഷേ ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് വെബ് ക്യാമറകളൊന്നും നൽകിയിട്ടില്ല. സോണിയുടെ തന്നെ ബ്രാവിയ വെബ് ക്യാമറ ഉടൻ തന്നെ വരുന്നുണ്ട്, വേറെ പുതിയ മോഡൽ. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ട് ഈ പറഞ്ഞ പോലെ ഗൂഗിൾ ഡിയോ വഴിയും സൂം വഴിയും നമുക്ക് വീഡിയോ കോൾ ചെയ്യാനും വലിയ സ്ക്രീനിലൂടെ നമുക്ക് ആളുകളുമായിട്ട് സംവദിക്കാനും നേരിൽ കാണുന്നത് പോലെ ഈ ഒരു ടി വിയിൽ സാധ്യമാകും. അതുപോലെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് ഇതിനകത്ത് ബ്രാവിയ കോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. എന്താണ് ഈ ബ്രാവിയ കോർ എന്ന് പറഞ്ഞാൽ, ഈ ബ്രാവിയ കോറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചില എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ നമുക്ക് സോണി നൽകുന്നുണ്ട്. അതായത് സോണിയുടെ പ്രൊഡക്ഷനിലുള്ള ചില മൂവീസുകളൊക്കെ നമുക്ക് ഈ ഒരു ടി വിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതും ബ്രാവിയ കോറിന്റെ പ്രത്യേകതയാണ്. ഈ ഒരു സ്മാർട്ട് ടി വിയിലും ഗെയിമിംഗ് സപ്പോർട്ട് ഉണ്ട്. അതായത് 50 ഹെഡ്സേ ഉള്ളെങ്കിലും നമുക്ക് ഗെയിമിംഗ് കൺസോളുകളൊക്കെ ഈ ഒരു സ്മാർട്ട് ടി വിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിന്റെ HDMI പോർട്ടിനുമുണ്ട് ചില പ്രത്യേകതകൾ. അതായത് HDMI 2.1 ആണ്, 48 Gbps ആണ് ഡേറ്റ ട്രാൻസ്ഫർ ഈ ഒരു HDMI 2.1 സാധ്യമാണ്. അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫർ ഈ ഒരു HDMI പോർട്ട് വഴി സാധ്യമാണ്. അതുപോലെ ലോ ലേറ്റൻസി ഉണ്ട്. അപ്പോൾ ഗെയിമിങ്ങിനൊക്കെ അത് വളരെ ഉപകാരം ചെയ്യും. ആ ഒരു ലോ ലേറ്റൻസി നമുക്ക് PS5 ഒക്കെ വേണമെങ്കിൽ ഇതിനോടൊപ്പം നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനകത്തൊരു ഡെഡിക്കേറ്റഡ് ഗെയിം മെനു തന്നെയുണ്ട്. പക്ഷേ PS5 ഒക്കെ കണക്ട് ചെയ്യുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു ഡെഡിക്കേറ്റഡ് മെനു, ഗെയിമിംഗ് മെനു നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുക എന്നുള്ളത് പ്രത്യേകതയാണ്. സാധാരണ ആൻഡ്രോയിഡ് ടി വികളിൽ ക്രോം കാസ്റ്റ് ഉണ്ട് ബിൽറ്റ് ഇൻ. ഇതിനകത്ത് ക്രോം കാസ്റ്റ് മാത്രമല്ല, ആപ്പിൾ എയർപ്ലേയും കൂടിയുണ്ട്. അതായത് നമ്മളുടെ ആപ്പിൾ ഐഫോണുകൾ പോലും നമുക്ക് ഇതിനകത്ത് കാസ്റ്റ് ചെയ്തുകൊണ്ട് അതിലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് ഇതിലൂടെ കാണാം. പിന്നെ ഗൂഗിളിൻ്റെ ക്രോം കാസ്റ്റ് പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല, ഗൂഗിളിൻ്റെ ക്രോം കാസ്റ്റും ഇതിനകത്ത് ഉണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം ആൻഡ്രോയിഡ് സ്മാർട്ട് ടിവികളിലൊക്കെ ഗൂഗിൾ അസിസ്റ്റന്റ് ഇൻവോക്ക് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തുകൊണ്ട് നമുക്ക് വോയിസ് വഴി കൺട്രോൾ ചെയ്യാം. പക്ഷേ സാധാരണ സ്മാർട്ട് ടിവികളിൽ അതിന്റെ നമ്മുടെ ആ ഒരു മൈക്ക് എന്ന് പറയുന്നത് ഈ റിമോട്ടിനകത്താണ്. അതുകൊണ്ട് തന്നെ റിമോട്ട് അടുത്ത് പിടിച്ചിട്ട് വേണം ഓക്കെ ഗൂഗിൾ അത് ഇത് പറയേണ്ടത്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ടിവിയിൽ ഫാർ ഫീൽഡ് മൈക്ക് ഉണ്ട്. അതായത് ഈ ഒരു ഭാഗത്ത് താഴെയായിട്ട് മൈക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ റിമോട്ട് കയ്യിലില്ലെങ്കിലും നമ്മൾ ഇത്തിരി ഒരു ദൂരെ ഇരിക്കുകയാണെങ്കിൽ ഉച്ചത്തിൽ പറഞ്ഞാൽ മതി, ഓക്കെ ഗൂഗിൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ടിവിയെ വോയിസ് ഉപയോഗിച്ചുകൊണ്ടും കൺട്രോൾ ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞ ബ്രാവിയ വെബ് ക്യാമിനെ പറ്റി പറഞ്ഞു. അതായത് സോണി ഇനി പുതുതായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ക്യാമറയാണ് ബ്രാവിയ വെബ് ക്യാമറ. അത് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകത. ആ ഒരു ക്യാമറ കൂടി നമ്മൾ ഈ ഒരു സ്മാർട്ട് ടി വിക്കകത്ത് കണക്ട് ചെയ്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതിനകത്ത് ഓട്ടോ പവർ സേവിങ് മോഡിലേക്ക് വരും. അതായത് നമ്മൾ ഈ ഒരു ടി വിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ടി വി കാണുന്നു, അത് ഈ ക്യാമറയിലൂടെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. നമ്മൾ ടി വിയുടെ മുമ്പിൽ നിന്ന് എണീറ്റ് പോയാൽ ഒരു അല്പസമയം കൂടെ നോക്കും ടി വി. അത് കഴിഞ്ഞിട്ട് ആൾ തിരിച്ചു വന്നില്ലെങ്കിൽ ടി വി ഓട്ടോമാറ്റിക്കായിട്ട് പവർ ഓഫ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ തന്നെയുള്ള ഫീച്ചർ ഈ ഒരു ക്യാമറ കൂടി ഇതിനകത്ത് കണക്ട് ചെയ്താൽ വരും. മാത്രമല്ല പിന്നീട് നമുക്ക് ജസ്റ്റർ കൺട്രോളുകൾ ഇതിനകത്ത് വർക്ക് ചെയ്യും. അതായത് റിമോട്ടൊന്നും വേണ്ട, ഈ ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് നാവിഗേഷനൊക്കെ കൈകൊണ്ട് ചെയ്യാൻ പറ്റുമെന്നാണ് സോണി പറയുന്നത്. അപ്പോൾ ആ ഒരു ക്യാമറ സോണിയുടെ ബ്രാവിയ ക്യാമിൻ്റെ പേരിൽ ഉടൻ തന്നെ പുറത്തിറക്കും. അതുകൂടെ വന്നതിൽ ഈ പറഞ്ഞ ജസ്റ്റർ കൺട്രോളുണ്ട്. അതുപോലെ പ്രോക്സിമിറ്റി അലർട്ടുകളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ടി വി ഇങ്ങനെ വെക്കുമ്പോൾ അതിലേക്കൂടെ എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ മൂവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അലർട്ടായിട്ട് നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും ഈ ഒരു വെബ് ക്യാം വെച്ച് കഴിഞ്ഞാൽ. ജസ്റ്റ് ഞാൻ ആ ഫീച്ചറുകൾ ജസ്റ്റ് പറഞ്ഞൊന്നു മാത്രം. അതുപോലെ ഈ ഒരു റിമോട്ട് ശ്രദ്ധിച്ചോ, സോണിയുടെ മുൻകാല റിമോട്ടിൽ നിന്നൊരു അപ്ഡേറ്റഡ് റിമോട്ടാണ് ഇപ്പോൾ സോണി ഈ ഒരു ടി വിയോടൊപ്പം നൽകിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇനി വരുന്ന സോണി ടി വികളോടൊപ്പം ഇത്തരത്തിലുള്ള ഒരു ലേറ്റസ്റ്റ് റിമോട്ടായിരിക്കും വരുന്നത്. ഇവിടെ സോണിയുടെ ഓൺ കണ്ടന്റ് ആയിട്ടുള്ള ബ്രാവിയ കോർ കാണുന്നതിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ബട്ടണും ഇപ്പോൾ ഈ ഒരു റിമോട്ടിൽ സോണി നൽകിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ടി വിയുടെ പ്രൈസിംഗ് ആണ്. പ്രൈസിംഗ് കേൾക്കാൻ എല്ലാവരും ഒന്ന് ഞെട്ടാൻ
തന്നെ തയ്യാറായിക്കോളൂ. കാരണം നമുക്കറിയാം സോണിയാണ് ബ്രാൻഡ്, വിലയൊരല്പം കൂടും. കാരണം ഇവർ ഡെലിവർ ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റി അത് വേറെയാണ്. അതുകൊണ്ടായിരിക്കണം ഇത്രയും പ്രൈസ് വരുന്നതെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു 3 വ്യത്യസ്ത സൈസുകളാണ്. 55 ഇഞ്ച്, അതുപോലെ 65 ഇഞ്ച്, അതുപോലെ 75 ഇഞ്ച്. പക്ഷേ 75 ഇഞ്ചിൻ്റെ ആക്ച്വലി ഇതുവരെ വന്നിട്ടില്ല, ഉടൻ വരത്തേ ഉള്ളൂ, കമ്മിങ് സൂൺ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ 55 ഇഞ്ച് നമ്മൾ ഈ പരിശോധിക്കുന്ന മോഡൽ, ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 1,29,900 രൂപയാണ് MRP. പക്ഷേ ഇപ്പോൾ നമുക്ക് 91,990 രൂപയ്ക്ക് നമുക്ക് ബെസ്റ്റ് ബൈ എന്ന നിലയിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും. 91,000. എനിക്ക് തോന്നുന്നു ഈ ഒരു MRPയും ഈ ബെസ്റ്റ് ബൈ പ്രൈസും നമ്മൾ വേറിട്ട് തന്നെ കാണണം. കാരണം അത് എല്ലാവർക്കും അറിഞ്ഞുകൂടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ 1,29,900 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. ബെസ്റ്റ് ബൈ പ്രൈസ് എന്ന് പറയുന്നത് 91,990 ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു സോണിയുടെ വെബ്സൈറ്റിൽ നിന്നോ ഒക്കെ ആ പ്രൈസിന് നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു 55 ഇഞ്ചിൻ്റെ വില. 65 ഇഞ്ചിൻ്റെ വില കൂടെ കെട്ട് ഞെട്ടം തയ്യാറാണെങ്കിൽ അതും പറയാം. 1,64,900 രൂപയാണ് 65 ഇഞ്ചിൻ്റെ ഈ പറഞ്ഞ MRP പ്രൈസ്. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് ബൈ പ്രൈസ് നിലയിൽ 1,24,990 രൂപയ്ക്ക് ബെസ്റ്റ് ബൈയിൽ വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഇതാണ് സോണി X82Lൻ്റെ 55 ഇഞ്ചിൻ്റെ മോഡൽ.